ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ ട്രൂ ലിവിംഗ് ബൈ മിന്നു. ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ് ബ്രെഡ് സിനമൺ റോൾ. സിനമൺ റോൾ ഞങ്ങളുടെ ഫേവറേറ്റ് ഡെസേർട്ടാണ്. ഇടയ്ക്കൊക്കെ ടൈം കിട്ടുമ്പോൾ ഞാനത് ട്രൈ ചെയ്യാറുണ്ട്. ബട്ട് ഒരു ലെന്തി പ്രോസസ്സാണ്. ഈസ്റ്റൊക്കെ ചേർത്ത് മാവൊക്കെ പൊങ്ങാൻ വെച്ച് ഒരു 1 day എടുക്കും. അപ്പോൾ പെട്ടെന്ന് ഒരു സിനമൺ റോൾ കഴിക്കാൻ കൊതി വരുമ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണിത്. ഓൾമോസ്റ്റ് സിനമൺ റോളിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇതിനും. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നോക്കാം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്. ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബ്രെഡാണ്. അപ്പം ഞാനൊരു 3 slices ഓഫ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഷുഗർ വേണം, പിന്നെ കറുവപ്പട്ട പൊടിച്ചത് സിനമൺ പൗഡർ അത് വേണം, പിന്നെ ബട്ടർ വേണം, പിന്നെ മിൽക്ക് വേണം, പിന്നെ വേണ്ടത് ക്രീം ചീസ് വേണം. അപ്പോൾ ഇതിനൊന്നും ഒരു കറക്റ്റ് മെഷർമെൻ്റ് ഒന്നുമില്ല. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാം. ഷുഗറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. സിനമൺ പൊടി ഒത്തിരി കൂടാൻ പാടില്ല. ഞാനൊരു 1.5 ടീസ്പൂണൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ആദ്യം തന്നെ നമ്മൾ ബ്രെഡ് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ചപ്പാത്തിയൊക്കെ പരത്തുന്ന പലകയിൽ വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്ലാറ്റാക്കി എടുക്കണം. അപ്പം അങ്ങനെ ഞാൻ എടുത്തിരിക്കുകയാണ്. ഇനി അതിന് ശേഷം നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ചീസ്, നമ്മുടെ ക്രീം ചീസാണ് ഞാൻ സ്പ്രെഡബിൾ ടൈപ്പ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേച്ച് അത് റോൾ ചെയ്ത് വെക്കുക. വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എന്നാൽ സിനമൺ റോൾ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. കാരണം സിനമൺ റോളിലും നമ്മൾ ചീസെല്ലാം ആഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതും അതുകൊണ്ട് തന്നെയാണ് ചീസാണ് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് 3 റോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റായിട്ടൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിൽ നമ്മൾ ഈ ഷുഗറും സിനമനും കൂടെ മിക്സ് ചെയ്ത് അതൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വെക്കുകയാണ്. കാരണം ഇതിൽ നമ്മൾക്ക് ഈ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് നമുക്കിത് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ റോൾ ചെയ്തിരിക്കുന്ന ബ്രെഡ് നമ്മൾ ആദ്യം നമ്മുടെ പാലിലൊന്ന് മുക്കിയിട്ട് നമ്മൾ ഈ ഒരു സിനമൺ ഷുഗർ മിക്സ്ചറിൽ മുക്കി നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഷുഗർ കൂടുതൽ വേണമെങ്കിൽ ഷുഗർ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ വെറും 3 ബ്രെഡല്ലേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചെറിയ ക്വാണ്ടിറ്റിയാണ് സിനമനും ബ്രെഡും എടുക്കുന്നത്. ഇടയ്ക്ക് മോൻ്റെ കൈയാണ് കണ്ടത് വാരത്തിലെന്ന്. ഇനി അടുത്തത് പാൻ എടുക്കുക. അപ്പം നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട, പാൻ ഒരിക്കലും നല്ല പാൻ എടുക്കല്. കാരണം ഇത് ഷുഗർ കോട്ടിംഗ് അല്ലേ, അത് കാരമലൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ നല്ല നോൺ സ്റ്റിക്കൊക്കെ ആണെങ്കിൽ അത് ചീത്തയായി പോവും. അതുകൊണ്ട് ഞാൻ സ്ഥിരം ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പാനാണ്. നമ്മുടെ ഒത്തിരി പഴയ ഒരു പാൻ തന്നെയാണ്. അങ്ങനെയും നിങ്ങൾ എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ കാരമലൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ നോൺ സ്റ്റിക്ക് നല്ല പുതിയ പാത്രങ്ങളൊക്കെയാണ് അത് ചീത്തയാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും ഒരു പഴയ പാത്രം എടുക്കുക. അതിലേക്ക് ബട്ടർ നന്നായിട്ട് ചേർക്കുക. നിങ്ങൾക്ക് കാണാം ബട്ടർ നന്നായിട്ട് ഉരുകി വരുമ്പോഴത്തേനും ഈ റോൾ എടുത്ത് പാനിലേക്ക് ഇടുക. അത് കഴിഞ്ഞ് കുറച്ച് ബട്ടറൊക്കെ ഞാൻ അതിൻ്റെ മുകളിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉരുകിയ ബട്ടർ താഴെ നിന്നൊക്കെ നമുക്ക് ഈ റോളിൻ്റെ മുകളിലോട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിന് എല്ലാ സൈഡും നന്നായിട്ട് കാരമലൈസ് ആവണം ബട്ടറിൽ കിടന്നിട്ട്. അപ്പം എല്ലാ സൈഡും നമ്മൾ തിരിച്ചിടുക. കണ്ടാലൊരു നമ്മുടെ നാട്ടിലൊരു മീറ്റ് റോൾ പോലെ തോന്നും. നല്ല ടേസ്റ്റാണ്, സിനമൺ റോളിൻ്റെ ടേസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ ഒന്നും വേണ്ട. 2-3 ബ്രെഡും ചീസും ബട്ടറും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ വൈകുന്നേരമൊക്കെ ഒരു സ്നാക്കായിട്ട്. ഇപ്പം ഞാൻ 3 ഉണ്ടാക്കിയതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഇത് കൂടുതലുണ്ടാക്കിയാലും ഞങ്ങൾ കഴിക്കും, ഞങ്ങൾക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇത് വലിയ ഹെൽത്തി ഒന്നും അല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ 3 ഒതുക്കിയത്. കൂടുതലുണ്ടാക്കിയാലും ഞങ്ങൾ കഴിക്കും. അപ്പോൾ നമ്മുടെ ബ്രെഡ് സിനമൺ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാ സൈഡും ഒരുപോലെ കാരമലൈസ് ആയി കിട്ടിയിട്ടുണ്ട്. ഇതിലൊട്ടും മധുരമൊന്നും ഒരുപാടൊന്നുമില്ല കേട്ടോ. ആവശ്യത്തിന് മിതമായ മധുരം ഇതിന് കാണുള്ളൂ. കാരണം നമ്മൾ ആ ഷുഗർ കോട്ട് ചെയ്യുന്ന ആ ഒരു സമയത്തല്ലേ ആഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് ഒത്തിരി മധുരമുള്ള റെസിപ്പിയൊന്നുമല്ല. ആവശ്യത്തിനുള്ള മധുരം മാത്രമേ ഉള്ളൂ. ഇത് ആ ലിക്വിഡാണ് കേട്ടോ. ബട്ടറും ഷുഗറും കൂടെ മെൽറ്റായി നമ്മുടെ പാനിലുണ്ടായിരുന്ന ലിക്വിഡാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ മധുരം വേണമെങ്കിൽ ഇതുപോലെ മധുരം നമ്മുടെ ഷുഗർ പൊടിച്ചേച്ച് അത് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്നാണ്. ഞാൻ ചുമ്മാ വീഡിയോയ്ക്കായിട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ റെസിപ്പി റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ സിമ്പിൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ പഴയ വീഡിയോസ് കാണാത്തവർ കാണുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. സീ യു ഓൾ. ബൈ.